ഹായ് ഹലോ മക്കളെ, വെരി ഗുഡ് മോർണിംഗ്. സഫയർ ഫ്യൂച്ചർ അക്കാഡമിയുടെ എക്സാം ബൂസ്റ്റർ സീരീസിലെ ഒരു കെമിസ്ട്രി ടോപ്പിക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എൻ്റെ പേര് തുഷാര. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാം ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നുള്ളത്. ബയോമോളിക്യൂൾസ് അല്ലേ? നമ്മുടെ സെക്കൻഡ് ഇയർ ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ബയോമോളിക്യൂൾസ്. നല്ല സിമ്പിൾ ചാപ്റ്ററാണ് കേട്ടോ. ബയോളജി പഠിച്ച കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ ഈ ബയോമോളിക്യൂൾസ് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അവർക്ക് കമ്പാരിറ്റീവ്ലി എന്താ പറയുക, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച കുട്ടികളെ അപേക്ഷിച്ച് കുറച്ച് എളുപ്പം ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ അതിന്റെ കെമിസ്ട്രിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള സ്റ്റഡിയാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ബയോമോളിക്യൂൾസ് എല്ലാം എന്താണ്, മാക്രോ മോളിക്യൂളുകളാണ് അല്ലെ? അതായത് ബയോമോളിക്യൂൾസ് ലൈക്ക് പ്രോട്ടീൻസ്, ദെൻ ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ് എക്സെട്ര അല്ലെ? അപ്പൊ ഇവരെയൊക്കെ കുറിച്ചുള്ള ചെറിയ ചെറിയ സ്റ്റഡി മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. അതായത് ഡീപ്ലി നമ്മൾ പഠിക്കുന്നൊന്നുമില്ല. നമ്മുടെ സിലബസിൽ വളരെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഒന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, ആദ്യം അതിൽ നമുക്ക് തന്നിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾക്കറിയാം, കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ എന്താണ്, പ്ലാന്റ് ഒറിജിൻ ആണ് അല്ലെ? അപ്പൊ നമ്മുടെ ഡയറ്റ് പോലും എന്താണ്, കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് ഞാൻ ആരോടും ഡീറ്റെയിൽസ് പറഞ്ഞു തരേണ്ട കാര്യമില്ല. 6th ക്ലാസ് ഓൺവേർഡ്സ് ഓരോരുത്തരും കേൾക്കുന്ന കാര്യമാണ് കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റിനെ പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല്, കാർബോഹൈഡ്രേറ്റ് എന്നല്ലേ, കാർബണും അതിന്റെ ഹൈഡ്രേറ്റുകളും ചേർന്നതാണ് കാർബോഹൈഡ്രേറ്റുകൾ. പഴയ കാലത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് എനി കോമ്പൗണ്ട് ദാറ്റ് ക്യാൻ ബി ഫിറ്റ് ഇൻ ടു ദ ജനറൽ ഫോർമുല CxH2O Y ടൈംസ്. ഓക്കെ, ആരെയാണോ നമുക്ക് CxH2O Y ടൈംസ് ഫോർമുലയിലേക്ക് എഴുതാൻ പറ്റുന്നത് അവരെയൊക്കെ എന്ത് വിളിക്കാം, വി കോൾ ഇറ്റ് ആസ് കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, ഒരു കാലം വരെ നമ്മൾ എന്താണ്, ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ജനറൽ ഫോർമുലയും ഡെഫിനിഷൻ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ മക്കളെ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അസറ്റിക് ആസിഡ് പോലെയുള്ള മോളിക്യൂൾസ്, CH3COOH ആണ് അസറ്റിക് ആസിഡ്. അപ്പം അസറ്റിക് ആസിഡിനെ നമുക്ക് ഈ CxH2O Y ടൈംസ് ഫോർമുലയിലേക്ക് നമുക്കൊന്ന് എഴുതാൻ പറ്റും. അതായത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അസറ്റിക് ആസിഡ് CH3COH അല്ലെ? ഞാൻ പറഞ്ഞത് ഇവിടെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്താണ് ജനറൽ ഫോർമുല CxH2O Y ടൈംസിൽ ഫിറ്റ് ചെയ്യുന്ന എല്ലാവരെയും എന്ന് വെച്ചാൽ ആ ഫോർമുല സ്യൂട്ടബിൾ ആകുന്ന എല്ലാ ആൾക്കാരെയും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുന്നുണ്ട്, വി കോൾ ഇറ്റ് ആസ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെ? അപ്പൊ ഈ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ കൂടെ റെഡി ആയി വന്നിട്ടുണ്ട്. ആരാണ്? നമ്മുടെ കാർബോക്സിലിക് ആസിഡ്സ് കാറ്റഗറിയിലുള്ള അസറ്റിക് ആസിഡ് പോലെയുള്ള മോളിക്യൂൾസ്. ഓക്കെ, അപ്പൊ അസറ്റിക് ആസിഡിന്റെ ഫോർമുല നമ്മൾ എഴുതാമെങ്കിൽ C2H4O2 ആണ് അല്ലെ? ഇതും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, C2H2O 2 ടൈംസ് എഴുതാൻ പറ്റും. കണ്ടോ? അപ്പൊ അസറ്റിക് ആസിഡ് എന്തല്ല, ഒരു കാർബോഹൈഡ്രേറ്റ് അല്ല. അതായത് ഒരു കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത മോളിക്യൂള് എന്ത് ചെയ്യുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് ജനറൽ ഫോർമുലയിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ പിന്നെ നമുക്ക് ഇത് ജനറൽ ഫോർമുല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ അവിടെ വേറൊരു പ്രശ്നം വന്നത് എന്താന്ന് ചോദിച്ചാല്, റാംനോസ് പോലെയുള്ള ഷുഗറുകൾ, റാംനോസിന്റെ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട് C6H12O5. അതൊരു കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ ഈ ജനറൽ ഫോർമുലയിലേക്ക് നമുക്ക് എഴുതാനും പറ്റില്ല. അപ്പൊ ഇവിടുത്തെ കുഴപ്പം എന്താണ്, അതായത് CxH2O Y ടൈംസ് പറഞ്ഞൊരു ജനറൽ ഫോർമുലയാണ് കാർബോഹൈഡ്രേറ്റിനെന്ന് തുടക്കകാലം തൊട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചു വന്നുകൊണ്ടിരുന്നു. പക്ഷെ കുഴപ്പം സംഭവിച്ച എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർബോക്സിലിക് ആസിഡ് സച്ച് ആസ് അസറ്റിക് ആസിഡ് പോലെയുള്ളവരുടെ ഫോർമുല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതേ ഫോർമുലയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. പക്ഷെ അവരൊരു കാർബോഹൈഡ്രേറ്റ് അല്ല. അതേ സമയത്ത് ഒരു കാർബോഹൈഡ്രേറ്റ് ആയ റാംനോസ് എന്താണ്, ഇതേ ഫോർമുലയിൽ നമുക്ക് എഴുതാനും പറ്റില്ല. അപ്പൊ ഷുഗറിനെ എഴുതാനും പറ്റില്ല, ഷുഗർ അല്ലാത്ത മോളിക്യൂളിനെ ഈ ഫോർമുലയിലേക്ക് നമുക്ക് എഴുതാനും പറ്റും. അപ്പൊ ഇതെന്താണ്, ഒരു വലിയ പ്രശ്നമായി അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതല്ല ജനറൽ ഫോർമുല അല്ലെങ്കിൽ ഇതല്ല ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു പുതിയ ഡെഫിനിഷൻ, ഇനി ജനറൽ ഫോർമുല ഒന്നും നമുക്കില്ല, ഒരു പുതിയ ഡെഫിനിഷൻ കാർബോഹൈഡ്രേറ്റിന് കൊടുക്കുക ചെയ്തിരിക്കുന്നത്. ന്യൂ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കാർബോഹൈഡ്രേറ്റ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് വിത്ത് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺ ഓർ എന്താണ് ഓൺ ഹൈഡ്രോളിസിസ്. അല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, ഈ പറഞ്ഞ ആൾക്കാരെ നമുക്ക് കിട്ടണം. അപ്പൊ കാർബോഹൈഡ്രേറ്റിന് ജനറൽ പുതിയ ഡെഫിനിഷൻ എന്താണ്, they are optically active polyhydroxy aldehydes or ketones or the compounds which produce such unit on hydrolysis. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പഴയത് നമുക്ക് ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ,
ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. വി ക്യാൻ ക്ലാസിഫൈ കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഹൈഡ്രോളിസിസ് ആണ്. കാർബോഹൈഡ്രേറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹൈഡ്രോളിസിസ്. ദേ ആർ monosaccharides, oligosaccharides and polysaccharides. Okay, അപ്പം എന്താണ് സാക്കറിൻ എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾക്ക് അറിയാം, ഒരു ഗ്രീക്ക് വേർഡ് ആണ്. ഷുഗർ മീനിങ് ആണ് അല്ലെ സാക്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് ഹൈഡ്രോളിസിസ് ആണ്. വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് കിട്ടുന്ന സിംപ്ലർ യൂണിറ്റിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ മോണോസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഷുഗർ ആണ് മോണോസാക്രൈഡ്സ്. സോ ഇറ്റ് കനോട്ട് ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു സിംപ്ലർ ഫ്രാഗ്മെന്റ്സ് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് എന്താ ചെയ്യാം? ഹൈഡ്രോളൈസ് ചെയ്യാനായിട്ടേ പറ്റില്ല. അപ്പം ഏറ്റവും സിംപ്ലസ്റ്റ് ഷുഗർ ഫോം ആണ് മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഫർദർ ഹൈഡ്രോളൈസ് ചെയ്ത് സിമ്പിൾ യൂണിറ്റ് ആക്കാനേ പറ്റില്ല. നേച്ചറിൽ നമുക്ക്, അതായത് നാച്ചുറലി ഒക്കറിങ് യൂണിറ്റ് മോണോസാക്രൈഡുകൾ എത്രയെണ്ണം ഉണ്ടാകും? 20 മോണോസാക്രൈഡുകളാണ് നേച്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ 20 മോണോസാക്രൈഡുകൾ നമുക്ക് നേച്ചറിൽ കാണാൻ പറ്റും. നാച്ചുറലി ഒക്കറിങ് മോണോസാക്രൈഡ്സ് ആർ 20 മോണോസാക്രൈഡുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഒളിഗോസാക്രൈഡിലേക്ക് വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് ഇതിനെ ഫർദർ ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഒളിഗോസാക്രൈഡ്സ്. ഒളിഗോസാക്രൈഡിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 2 to 10 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആണ് കിട്ടുന്നത് കേട്ടോ. ഒളിഗോസാക്രൈഡിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്താൽ എന്ത് വരുന്നുണ്ട്? 2 to 10 മോണോസാക്രൈഡ് യൂണിറ്റ് കേട്ടോ. 2 തൊട്ട് 10 യൂണിറ്റ് വരെ നമുക്ക് കിട്ടുന്നത്. അപ്പം എന്താണ്, ഫർദർ ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റുന്നവരാണ് ഒളിഗോസാക്രൈഡ്സും പോളിസാക്രൈഡ്സും. അപ്പം ഒരു ഒളിഗോസാക്രൈഡിനകത്തേക്ക് വെള്ളം ഒഴിച്ചാൽ എത്ര യൂണിറ്റ് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്? 2 to 10 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആണ് നമുക്ക് എവിടുന്ന് കിട്ടുന്നത്? ഒളിഗോസാക്രൈഡ്സിനകത്തുനിന്ന് കിട്ടുന്നത്. ഇനി ഒരു ഒളിഗോസാക്രൈഡ്സിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പം 2 യൂണിറ്റ്സ് ഓഫ് ഷുഗർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതെന്തായിരിക്കും? അത് ഡൈസാക്രൈഡും. 3 യൂണിറ്റ്സ് ഓഫ് ഷുഗർ ആണെങ്കിൽ ട്രൈസാക്രൈഡ്. 4 യൂണിറ്റ് ഓഫ് ഷുഗർ ആണെങ്കിൽ ടെട്രാസാക്രൈഡ്സ്. അങ്ങനെ പെന്റാ, ഹെക്സ, ലൈക്ക് ദാറ്റ് 10 അല്ലേ വരുന്ന ഡെക്കാസാക്രൈഡ്സ് വരും കേട്ടോ. അപ്പൊ ഒളിഗോസാക്രൈഡ്സിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫർദർ ഹൈഡ്രോളൈസ് ചെയ്ത് സിംപ്ലർ ഫ്രാഗ്മെന്റ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ഇനി ഒളിഗോസാക്രൈഡ്സിനകത്തേക്ക് വെള്ളം ഒഴിക്കുമ്പം 2 തൊട്ട് 10 യൂണിറ്റ്സ് ഓഫ് മോണോസാക്രൈഡ്സ് നമുക്ക് കിട്ടും. 2 യൂണിറ്റ്സ് ഓഫ് മോണോസാക്രൈഡ്സ് ആണെങ്കിൽ അത് ഡൈസാക്രൈഡ്. 3 യൂണിറ്റ് ആണെങ്കിൽ ട്രൈസാക്രൈഡ്, ടെട്രാ, പെന്റ, ലൈക്ക് ദാറ്റ്. ക്ലിയർ അല്ലേ? അപ്പം മോണോസാക്രൈഡിന് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് അങ്ങനെയുള്ളവരൊക്കെ മോണോസാക്രൈഡ്സ് ആണ്. ദെൻ ഒളിഗോസാക്രൈഡിന് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് ഇവരൊക്കെ ഒളിഗോസാക്രൈഡിന് എക്സാമ്പിളുകളാണ്. ഇനി ആ സമയത്ത് പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിസാക്രൈഡ് മീൻസ് മെനി ആണ് അല്ലെ. പോളി മീൻസ് മെനി എന്നാ വേർഡ് മീനിങ് തന്നെ. അപ്പൊ പോളിസാക്രൈഡ്സ് എന്താണ്? നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്താൽ കുറെ യൂണിറ്റ്സ് നമുക്ക് ഉണ്ടാകും. മെനി യൂണിറ്റ്സ് അല്ലേ വരുന്നത്, പോളിമർ ആണ്. അപ്പം എന്താണ്, നമ്മുടെ മോണോസാക്രൈഡുകളുടെ n യൂണിറ്റ്സ് ചേരുന്നതാണ് പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം കുറെ യൂണിറ്റുകൾ കൂടി ചേർന്നിട്ടുണ്ടാവും. നമുക്ക് എത്ര എണ്ണം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ്, ഓൺ ഹൈഡ്രോളിസിസ് പോളിസാക്രൈഡ്സ് ഗീവ് n യൂണിറ്റ്സ് ഓഫ് മോണോസാക്രൈഡ്സ്. അപ്പൊ ഇതാണ് ഹൈഡ്രോളിസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെ. അപ്പം they can be classified on the basis of hydrolysis. They are monosaccharides, oligosaccharides and polysaccharides. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് എന്താണ്? റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് ക്യാരക്ടർ വെച്ചിട്ടാണ്. അതായത് ചില ഷുഗറുകൾ റെഡ്യൂസിങ് ഷുഗേഴ്സ് ആയിരിക്കും, ചില ഷുഗറുകൾ നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് ആയിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ഫെല്ലിംഗ് സൊല്യൂഷനും ടോളറൻസ് റിയേജന്റും കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവണം. അപ്പൊ എന്താണ്, ഫെല്ലിംഗ് സൊല്യൂഷനെയും ടോളറൻസ് റിയേജന്റിനെയും എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്ത് എന്താണ്, റെഡ് കുപ്രസ് ഓക്സൈഡും സിൽവർ മിററും ആക്കി തരുന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്താണ്? റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. അല്ലെങ്കിൽ എന്താണ്? നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. അപ്പൊ ഞാൻ എന്താ എഴുതാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് എന്താണ്? ഫെല്ലിംഗ് സൊല്യൂഷനും ടോളറൻസ് റിയേജന്റും അല്ലെ. എന്താ ഫെല്ലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഫെല്ലിംഗ്
ഫെല്ലിംഗ് സൊല്യൂഷൻ രണ്ട് സൊല്യൂഷനുകളുടെ കോമ്പിനേഷൻ ആണ് ഫെല്ലിംഗ് എയും ഫെല്ലിംഗ് ബിയും അല്ലെ. കോപ്പർ സൾഫേറ്റിന്റെയും റോച്ചെല്ലെ സോൾട്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ്. റോച്ചെല്ലെ സോൾട്ട് മീൻ സോഡിയം പൊട്ടാഷ്യം ടാർട്രേറ്റ്, അതിന്റെ കോമ്പിനേഷൻ ആണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ഫെല്ലിംഗ് സൊല്യൂഷൻ. അപ്പൊ നിങ്ങളുടെ ഷുഗർ ഫെല്ലിംഗ് സൊല്യൂഷനോട് റിയാക്ട് ചെയ്യുമ്പം എന്തായി മാറണം, ആ ഫെല്ലിംഗ് സൊല്യൂഷനകത്തു നമുക്ക് റെഡ് കുപ്രസ് ഓക്സൈഡ് കിട്ടണം. അതായത് റിഡക്ഷൻ ആണ് നടക്കുന്നത്. നിങ്ങളുടെ ഷുഗർ പോയിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്, റെഡ്യൂസിങ് ഷുഗർ എന്നാ പറയുന്നത്. നമ്മുടെ ഷുഗർ പോയിട്ട് അവനെ റെഡ്യൂസ് ചെയ്തിട്ട് എന്താക്കി മാറ്റണം, റെഡ് കുപ്രസ് ഓക്സൈഡ് ആക്കി മാറ്റണം അല്ലെ. അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം കോപ്പർ സൾഫേറ്റിനകത്ത് കോപ്പർ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, അതിനെ Cu2O ആയിട്ട് മാറുമ്പോഴത്തേക്കും +1 മാറ്റുക ചെയ്യുന്നത് കേട്ടോ. അപ്പം ഷുഗറിന് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അത് റെഡ്യൂസിങ് ഷുഗർ ആണ്. സിമിലർലി ടോളൻസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റിന്റെ പേരാണ് ടോളൻസ് റിയേജന്റ്. ഓക്കെ, അപ്പം ടോളൻസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, സിൽവർ മിറർ കിട്ടണം അല്ലെ. അപ്പൊ നിങ്ങൾ CBSE കുട്ടികളാണെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ ഉണ്ട്, സ്റ്റേറ്റ് ബോർഡുകാർക്ക് അതിന്റെ പ്രാക്ടിക്കൽസ് ഇല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താ പറയാ, ഒരു ഫെമിലിയാരിറ്റി കാണും ഈ വാക്കുകൾ ഞാൻ പറയുമ്പോൾ, കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിനകത്ത് അല്ലെ. അപ്പൊ ടോളൻസ് റിയേജന്റിനോടും ഫെല്ലിംഗ് സൊല്യൂഷനോടും റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യണം, അവന്മാരെ റെഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അത്തരം ഷുഗറിന് പറയുന്ന പേരാണ് റെഡ്യൂസിങ് ഷുഗർ. റെഡ്യൂസിങ് ഷുഗറിനകത്ത് വരുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ റെഡ്യൂസിങ് ഷുഗർ ആണ്. പിന്നെ അത് മോണോസാക്കറൈഡുകളല്ലേ. പോളിസാക്കറൈഡ്സിനകത്ത് ആരും റെഡ്യൂസിങ് ഷുഗേഴ്സ് അല്ല, അവരൊക്കെ നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ആ സമയത്ത് ഒളിഗോസാക്കറൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒളിഗോസാക്കറൈഡ്സിനകത്തെ എന്താ പറയാ, എല്ലാവരും റെഡ്യൂസിങ് ആണ് എല്ലാവരും നോൺ റെഡ്യൂസിങ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഒളിഗോസാക്കറൈഡ്സിനകത്തെ എന്താണ്, സുക്രോസ് എന്ന് പറഞ്ഞ ആള് നോൺ റെഡ്യൂസിങ് ഷുഗറും പിന്നെ ലാക്ടോസും മാൾട്ടോസും ഒക്കെ എന്താണ് നമുക്ക് തന്നിരിക്കുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവരൊക്കെ എന്താണ്, റെഡ്യൂസിങ് ഷുഗേഴ്സും ആണ്. അതിനൊരു റീസൺ ഉണ്ട് എന്തുകൊണ്ടാണ് റെഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ, അത് നമുക്ക് ഡീറ്റെയിൽസ് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്, റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ. മക്കൾ ആരോട് റിയാക്ട് ചെയ്തിരിക്കണം, ഫെല്ലിംഗ് സൊല്യൂഷനോടും ടോളൻസ് റിയേജന്റിനോടും റിയാക്ട് ചെയ്ത് കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് നമ്മൾ പറയുക. ഓക്കെ, ഇനി നമ്മൾ എന്താണ് നമ്മുടെ മോണോസാക്കറൈഡ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ് അല്ലെ. ഇത്രയൊക്കെ ഉള്ളൂ സിംപ്ലി കാർബോഹൈഡ്രേറ്റ് പഠിക്കാൻ. നമുക്കിനി മോണോസാക്കറൈഡ് പഠിക്കാനുണ്ട്, ഒളിഗോസാക്കറൈഡ് പഠിക്കാനുണ്ട്, പോളിസാക്കറൈഡ് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ വി ആർ ഗോയിങ് ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദ മോണോസാക്കറൈഡ്സ് കേട്ടോ. മോണോസാക്കറൈഡിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാണ്. അപ്പൊ ഇനി നമ്മളിപ്പം കുറച്ച് സമയത്തേക്ക് ഇനി മോണോസാക്കറൈഡ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, മറ്റവരെയൊക്കെ അങ്ങ് വിട്ടോ കേട്ടോ. അപ്പൊ മോണോസാക്കറൈഡ്സിനെ നമുക്ക് സ്റ്റഡി ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കറിയാം മോണോസാക്കറൈഡ്സ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, ഫർദർ സിംപ്ലർ യൂണിറ്റ് ആയിട്ട് നമുക്ക് ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റില്ല. 20 മോണോസാക്കറൈഡ് യൂണിറ്റ് നാച്ചുറലി ഒക്കർ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ. ഇനി ഈ മോണോസാക്കറൈഡിനെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ആൻഡ് ദ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെ. അതായത് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഒപ്റ്റിക്കലി ആക്റ്റീവ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് പറഞ്ഞു അല്ലെ. ഓർ എന്താണ്, യു വിൽ ഗെറ്റ് ഇറ്റ് ഓൺ ഹൈഡ്രോളിസിസ്. അപ്പൊ ആ കോമ്പൗണ്ട് ഹൈഡ്രോലൈസ് ചെയ്താൽ കിട്ടണം. ഇതാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, മോണോസാക്കറൈഡ്സിനകത്തെ കാർബണിന്റെ എണ്ണം വെച്ചിട്ടും അതിനകത്തെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ടും നമ്മളൊരു പേര് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എന്താണ്, ആൽഡോസ് കേട്ടോ. ഇതിനെ നമ്മൾ ആൽഡോസ് എന്നാ വിളിക്കുക. ഇനി അതിനകത്തെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് കീറ്റോൺ ആണെങ്കിൽ കീറ്റോസ്. കണ്ടോ മക്കളെ, ദ നെയിം എൻഡ്സ് വിത്ത് OSE ശരിയല്ലേ. അപ്പം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റാംനോസ്, മാൾട്ടോസ്, സുക്രോസ് അല്ലെ. ഈ OSE ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ടാവും ഇതില്ലാത്തവരും ഉണ്ടല്ലോ എന്ന്. ഓക്കെ, ഇതില്ലാത്തവരും ഉണ്ട്. പോളി സാക്കറൈഡുകളുടെ ഒക്കെ പേരുകൾക്കൊന്നും ഈ OSEയിലൊന്നും അല്ലല്ലോ പലരുടെയും എൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണെങ്കിൽ സോ വി കോൾ ഇറ്റ് ആസ് ആൽഡോസ്. ഇനി മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് കീറ്റോൺ ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് കീറ്റോൺ അല്ലെ. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ആൻഡ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്, അതിന്റെ ബേസിലാണ് നമ്മളിപ്പം ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. കാർബണിന്റെ എണ്ണവും ഫങ്ഷണൽ ഗ്രൂപ്പും വെച്ചിട്ട് നമ്മൾ പറയാൻ പോവാണ്. നിങ്ങൾ ഇവിടുന്ന് ശ്രദ്ധിച്ചേ,
മിനിമം നമുക്ക് 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഒരു കാർബോഹൈഡ്രേറ്റ് ആണെന്ന് പറയാൻ പറ്റും കേട്ടോ മക്കളെ. അതായത് ഒരുപാട് കാർബൺ ഒന്നും വേണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. മിനിമം 3 കാർബൺ ആറ്റം ഉണ്ടായാൽ മതി. അതെന്താവും? നമ്മൾ ഈ പറഞ്ഞ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നല്ലേ, ഐ മീൻ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ ജനറൽ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെയും എന്ത് തന്നെയാണ്? കാർബോഹൈഡ്രേറ്റുകളാണ്. വെച്ചാൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺ ദാറ്റ് ഷുഡ് ബി ഒപ്റ്റിക്കലി ആക്റ്റീവ്. അങ്ങനെയുള്ളവരാണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ 10 കാർബൺ ഉണ്ടാകണം, 5 കാർബൺ ഉണ്ടാകണം, 8 കാർബൺ ഉണ്ടാകണം, അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ ആ ജനറൽ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അവരൊക്കെയും എന്ത് തന്നെയാണ്? കാർബോഹൈഡ്രേറ്റുകളാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന മോണോസാക്കറൈഡിനകത്ത് 3 കാർബൺ ആറ്റം എന്ന് വിചാരിക്കുക. C3 മീൻസ് 3 കാർബൺ ആറ്റം ആൻഡ് ദ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ചേർത്തിട്ട് പേര് പറയാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ നോക്കിയേ, 3 കാർബൺ ആറ്റം ആണെങ്കിൽ നമ്മൾ ട്രയോസ് എന്ന് പറയും, 3 ആണെങ്കിൽ ട്രയോസ് പറയും. പിന്നെ ആൽഡിഹൈഡ് ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്താ പറയുക? ആൽഡോസ് എന്ന് പറയും അല്ലെ. പിന്നെ ട്രയോസും ആൽഡോസും കൂടെ ചേർത്ത് ഒറ്റ പേരാക്കി വേണം നമ്മൾ പറയാൻ, ആൽഡോ ട്രയോസ് കേട്ടോ, ആൽഡോ ട്രയോസ്. ഇപ്പൊ രണ്ടാക്കിയല്ല, ട്രയോസ് ആൽഡോസ് ഒന്നുമല്ല പറയുന്നത് കേട്ടോ, ആൽഡോ ട്രയോസ് അല്ലെ. ഇനി 3 കഴിഞ്ഞല്ലോ, 4 കാർബൺ ആറ്റം ആണെങ്കിൽ വിത്ത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? ആൽഡോ ടെട്രോസ് കേട്ടോ, ആൽഡോ ടെട്രോസ്. ഇനി 5 കാർബൺ ആറ്റം ആണെങ്കിൽ എന്ത് വരുന്നുണ്ട്? സിമിലർലി ആൽഡോ പെന്റോസ് അല്ലെ. ഇനിയിപ്പോ മുന്നോട്ട് അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. ആൽഡോ പെന്റോസ്. 6 ആണെങ്കിൽ ആൽഡോ ഹെക്സോസ്. ശരിയല്ലേ? ആൽഡോ ഹെക്സോസ്. മക്കളെ ഞാൻ പറഞ്ഞ മനസ്സിലായോടാ നിങ്ങൾക്ക്? നമ്മൾ ഇനി മോണോസാക്രൈഡ് ആണ് പഠിക്കുന്നത്. സെപ്പറേറ്റ് പഠിക്കുക. അപ്പൊ മോണോസാക്രൈഡ്സിനെ ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആണ്. അതിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണവും അതിന്റെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പും വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. അപ്പൊ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ആൻഡ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്, സോ വി കോൾ ഇറ്റ് ആസ് എന്താണ്? ആൽഡിഹൈഡ് ആണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ 3 കാർബൺ ആണെങ്കിൽ ആൽഡോ ട്രയോസ്, 4 ആണെങ്കിൽ ആൽഡോ ടെട്രോസ്, 5 ആണെങ്കിൽ ആൽഡോ പെന്റോസ്, 6 ആണെങ്കിൽ ആൽഡോ ഹെക്സോസ്, ലൈക്ക് ദാറ്റ് അല്ലെ. സിമിലർലി നമുക്ക് കീറ്റോണിന്റെ ഭാഗത്തും എടുക്കാം. C4 ആണെങ്കിൽ അല്ലെ, C4 കിടന്നോട്ടെ, ഞാൻ അവിടെ C3 എഴുതിയോണ്ട് ജസ്റ്റ് ഞാൻ C4 തുടങ്ങിയേ ഉള്ളൂ. അപ്പം കീറ്റോൺ ആണെങ്കിൽ കീറ്റോൺ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്? കീറ്റോ ഹെക്സ് അല്ലെ, കീറ്റോ ടെട്രോസ്. 4 അല്ലേ, കീറ്റോ ടെട്രോസ്. ദെൻ 6 ആണെങ്കിൽ C6 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കീറ്റോ ഹെക്സോസ്, ലൈക്ക് ദാറ്റ് കേട്ടോ. ഞാൻ അപ്പുറത്തെ പോലെ ഇങ്ങോട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് എഴുതിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തോട്ട് ഇങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം 4 കാർബൺ ആറ്റമുള്ള കീറ്റോൺ ആണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ എന്തെഴുതാൻ പറ്റും? കീറ്റോ ടെട്രോസ്. 6 ആണെങ്കിൽ കീറ്റോ ഹെക്സോസ്, ലൈക്ക് ദാറ്റ്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ മോണോസാക്രൈഡിനെ ഫർദർ നമ്മൾ സിംപ്ലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ആൻഡ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ മോണോസാക്രൈഡായ ഗ്ലൂക്കോസിലേക്ക് നമുക്ക് പോകാം കേട്ടോ. സോ വി ക്യാൻ മൂവ് ഇൻ ടു ദ മോണോസാക്രൈഡ് ഗ്ലൂക്കോസ്. സോ വി ക്യാൻ സ്റ്റഡി ദ മോണോസാക്രൈഡ് ഗ്ലൂക്കോസ് അല്ലെ. ഞാൻ പറഞ്ഞു നിങ്ങളോട് നമുക്ക് 2 മോണോസാക്രൈഡ് പഠിക്കാനുണ്ട്, ഗ്ലൂക്കോസും ഫ്രക്ടോസും. അപ്പൊ നമ്മൾ മോണോസാക്രൈഡ് എന്ന് പറഞ്ഞ മെയിൻ ഹെഡിങ്ങിന്റെ അടിയിൽ കണ്ടു, നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അഗെയിൻ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെ, ആൽഡോ ടെട്രോസും കീറ്റോ ടെട്രോസും ആൽഡോ പെന്റോസും കീറ്റോ പെന്റോസും ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ 2 മോണോസാക്രൈഡേ പഠിക്കാനുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഗ്ലൂക്കോസ് അല്ലെ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നിങ്ങളുടെ സ്കൂളിലൊക്കെ എന്താ പറയാ, നിങ്ങളുടെ സ്കൂളിലെ പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം, PT ഒക്കെ നടക്കുന്ന സമയത്ത് ഗ്ലൂക്കോസ് പൗഡർ മേടിക്കാറുണ്ട് അല്ലേ. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എൻ്റെ സ്കൂളിലൊക്കെ ഗ്ലൂക്കോസ് പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്, ഈ പറഞ്ഞ മത്സരത്തിനൊക്കെ പോകുന്നത്. ശരിയല്ലേ? ഓട്ടവും ചാട്ടവും ഒക്കെ നടക്കുന്ന സമയത്ത് സാധാരണ ഇതൊക്കെ വാങ്ങാറുണ്ട്, കഴിക്കാറും ഒക്കെ ഉണ്ട്. നാവിൽ വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്നൊരു സാധനം. ശരിയല്ലേ? അല്ലേ? ആ ഗ്ലൂക്കോസിനെ കുറിച്ചാണ് നമ്മൾ
ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിയ മക്കളെ, ഗ്ലൂക്കോസ് ഒക്കേഴ്സ് ഫ്രീലി ഇൻ നേച്ചർ ആസ് വെൽ ആസ് ഇൻ ദ കമ്പൈൻഡ് ഫോം കേട്ടോ. അപ്പൊ ഇവൻ ചില്ലറക്കാരനല്ല, നിങ്ങൾ കണ്ടല്ലോ, ഇവൻ എന്താണ്, ഒറ്റയ്ക്കും കാണും കമ്പൈൻഡ് ഫോമിലും കാണും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഉണ്ടാവുന്നുണ്ടാവും. അപ്പൊ സുക്രോസ് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് അല്ലേ. അപ്പം ഗ്ലൂക്കോസിന്റെ നേച്ചറിൽ എങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, ഫ്രീ ഫോമിലും കാണാൻ പറ്റും, കമ്പൈൻഡ് ഫോമിലും കാണാൻ പറ്റും കേട്ടോ. അപ്പൊ എന്താണ്, നമ്മുടെ ഫ്രൂട്ട്സിനകത്തൊക്കെ ഇത് ഉണ്ടാവും കേട്ടോ ഗ്ലൂക്കോസ്. അപ്പം ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനോട് എന്താ പറയാ, ഡോക്ടേഴ്സ് എപ്പോഴും പറയാറുണ്ട് ഫ്രൂട്ട്സുകളൊന്നും അധികം കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്, അതിനകത്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ, അതുകൊണ്ടാണ് കഴിക്കരുതെന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ മക്കളെ, ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സ്വീറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ഹണി, ശരിയല്ലേ. അപ്പം നമ്മൾ എന്താ പറയാ, ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതിനകത്ത് ചില ഡോക്ടർമാർ പറയാറുണ്ടായിരുന്നു തേനിൽ ചാലിച്ച് കഴിക്കണം അല്ലെങ്കിൽ വെള്ളത്തിൽ ചാലിച്ച് കഴിക്കണം എന്ന് അല്ലേ. അപ്പം ഒരു ഇൻസ്റ്റന്റ് എനർജി പ്രൊവൈഡറും കൂടിയാണ് ഹണി പറയുന്നത്. അപ്പൊ അത് ഇവിടെ കാണുന്നുണ്ട്, ഫ്രൂട്ട്സിലും ഉണ്ട് ഹണിയിലും ഉണ്ട് അല്ലേ. അപ്പൊ ഈ നമ്മുടെ ഗ്ലൂക്കോസിനെ നമ്മളൊരു പേര് വിളിക്കും, ദാറ്റ് ഈസ് ഗ്രേപ്പ് ഷുഗർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. കറക്റ്റ് അതിന്റെ മധുരം ഗ്രേപ്പിന്റെ അത്രയും മധുരമാണ് കേട്ടോ. ദ റൈപ്പ് ഗ്രേപ്സ് കണ്ടെയ്ൻ ഗ്ലൂക്കോസ് ഇൻ ലാർജ് എമൗണ്ട് ആണ്. അപ്പൊ ഗ്ലൂക്കോസിന്റെ വേറൊരു പേരാണ് ഗ്രേപ്പ് ഷുഗർ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെക്കണം, അനദർ നെയിം ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഗ്രേപ്പ് ഷുഗർ എന്നാ പറയുന്നത് കേട്ടോ. ശരിക്കും ഫ്രൂട്ട്സിനകത്ത്, നല്ല മധുരമുള്ള ഫ്രൂട്ട്സിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസിനാണ് മധുരം കൂടുതൽ ഗ്ലൂക്കോസിനെക്കാട്ടിലും കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയോ, അപ്പൊ ഗ്ലൂക്കോസ് എന്താണ്, ഫ്രീലി ഇൻ നേച്ചർ ആസ് വെൽ ആസ് ഇൻ കമ്പൈൻഡ് ഫോം ആണ്. ഇനി ഗ്ലൂക്കോസ് എവിടെയൊക്കെ കാണുന്നുണ്ട്, സ്വീറ്റ് ഫ്രൂട്ടിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ മക്കളെ, കമ്പൈൻഡ് ഫോമിൽ അവന്മാരിയ്ക്കുന്നത്, ഒറ്റക്കൊറ്റക്കല്ല ഇരിക്കുന്നത്, കൂടുതലും ഫ്രൂട്ട്സിനകത്ത് കമ്പൈൻഡ് ഫോമിലാണ്. പിന്നെ ഹണിയിലും എന്തുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്. ഓക്കെ, ഇനി റൈപ്പ് ഗ്രേപ്സിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇഷ്ടം പോലെ ഉണ്ടെന്ന് അല്ലെ. ശരിക്കും ഗ്ലൂക്കോസിന്റെ മധുരം നല്ല പഴുത്ത ഒരു ഗ്രേപ്പിന്റെ മധുരം, നല്ല മധുരമുള്ള ഗ്രേപ്സ് ഇല്ലേ, അതാണ് ശരിക്കും ഗ്ലൂക്കോസിന്റെ മധുരം എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എന്താണ്, നമുക്ക് ഗ്രേപ്പ് ഷുഗർ എന്ന് വിളിക്കാം കേട്ടോ. ഗ്ലൂക്കോസിനെ നമുക്ക് ഗ്രേപ്പ് ഷുഗർ എന്നും കൂടി വിളിക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് ഗ്ലൂക്കോസിന്റെ എന്താണ്, പ്രിപ്പറേഷൻ ആണ് കേട്ടോ. സോ പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ്. സോ ഗ്ലൂക്കോസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം സുക്രോസ് ആൻഡ് ഫ്രം സ്റ്റാർച്ച്. രണ്ട് മെത്തേഡാണ് അല്ലെ, സിമ്പിൾ മെത്തേഡാണ് മക്കളെ. സുക്രോസ് വന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് കോൾഡ് കെയിൻ ഷുഗർ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഹൈഡ്രോളിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സിമ്പിൾ ഹൈഡ്രോളിസിസ് ആണ്, രണ്ടിലും അത് തന്നെയാണ്. ഒരു ഡ്രോപ്പ് ആസിഡ് ഒഴിച്ച് നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്, വൺ ഫ്രം സുക്രോസ് ആൻഡ് അതർ ഫ്രം സ്റ്റാർച്ച്. ഞാൻ എഴുതാം. കേട്ടോ, ഇതാണ് കെയിൻ ഷുഗർ അല്ലെങ്കിൽ സുക്രോസ്. ഓൺ ഹൈഡ്രോളിസിസ് it turns to become C6H12O6 plus C6H12O6. ഇത് രണ്ടായിട്ട് എന്താ എഴുതിയിരിക്കുന്നതിന്റെ കാരണം, ബിക്കോസ് ഒരാൾ ഗ്ലൂക്കോസും മറ്റേ ആള് ഫ്രക്ടോസും ആണ് കേട്ടോ. രണ്ടു പേർക്കും ഒരേ ഫോമുലയാണ്. പക്ഷെ നമ്മൾ എന്താണ്, സുക്രോസിനെ ഫസ്റ്റ് മെത്തേഡാണ് എഴുതിയിരിക്കുന്നത്. സുക്രോസിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, 1 യൂണിറ്റ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് 1 യൂണിറ്റ് ഓഫ് ഫ്രക്ടോസ് അല്ലെ. രണ്ടു പേർക്കും സെയിം ജനറൽ ഫോമുലയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച് ഒരു പോളിമർ ആണ് കേട്ടോ. സെക്കൻഡ് വേണ്ട, സ്റ്റാർച്ച് ഒരു പോളിമർ ആണ്. C6H10O5 കേട്ടോ, n ടൈംസ് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സ്റ്റാർച്ച് ആണ് അല്ലെ. നിങ്ങൾക്കറിയാം സ്റ്റാർച്ച് പൊടി നമ്മൾ എന്താ പറയാ, തുണിയൊക്കെ മുക്കാനായിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടെന്ന് അറിയില്ല, നേരത്തെയൊക്കെ കിട്ടുമായിരുന്നു. സ്റ്റാർച്ച് പൗഡർ വാങ്ങുന്നു, നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ കലക്കാമെങ്കിൽ വേഗം അത് കലങ്ങി വരും. എന്നിട്ട് നമുക്ക് കുറെ കൂടെ വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മുണ്ടൊക്കെ മുക്കാനായിട്ട്. ഇപ്പോഴും ഈ അലക്കാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മുണ്ടൊക്കെ ഇങ്ങനെ വടി പോലെ നിൽക്കില്ലേ അല്ലെ, അവർ സ്റ്റാർച്ച് പൗഡറിനകത്ത് അത് മുക്കിയെടുക്കുന്നത് അല്ലെ. അതിന് പകരം നമ്മളിപ്പോ എന്താ പറയുന്നത്, പുതിയ ഇഷ്ടം പോലെ ലിക്വിഡുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ അതിലേതെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കലക്കി, നല്ല മണവും ഉണ്ടാവും,
റിവൈവ് പോലെയുള്ള ലിക്വിഡൊക്കെ ആണെങ്കിൽ അത് ഇത് പശ മുക്കുക നമ്മൾ പറയില്ലേ, അത് തന്നെ സംഭവം കേട്ടോ. കഞ്ഞിവെള്ളമാണ് സ്റ്റാർച്ച് പറഞ്ഞിരിക്കുന്നത്. അതൊരു പോളിമർ ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഗെയിൻ ഹൈഡ്രോളിസിസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ H+ എഴുതിയാൽ നമുക്ക് ഇത്ര എഴുതുമ്പോഴേ കാര്യം മനസ്സിലാവും. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നത്. ആൻഡ് ഇറ്റ് ഡീകമ്പോസസ് ടു ബിക്കം n യൂണിറ്റ്സ് ഓഫ് ഗ്ലൂക്കോസ് ആണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ, C6H12O6. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ സ്റ്റാർച്ചിനെ ഹൈഡ്രോലൈസ് ചെയ്താൽ നമുക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ? ഗ്ലൂക്കോസ് യൂണിറ്റ് മാത്രമേ കിട്ടുള്ളൂ. അതേ സമയത്ത് സുക്രോസിനെ നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 2 പ്രൊഡക്റ്റാണ് ഉണ്ടാകുന്നത്, ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാകുന്നത്. അപ്പൊ ശരിക്കും നല്ല മെത്തേഡ് ഉണ്ടാക്കാൻ ഈ രണ്ടാമത്തെ മെത്തേഡാണ്, കാരണം ഒറ്റ പ്രൊഡക്റ്റ് അല്ലേ ഉണ്ടാവുന്നുള്ളൂ അല്ലെ. n യൂണിറ്റ്സ് ഓഫ് ഗ്ലൂക്കോസ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ക്ലിയർ അല്ലേ മക്കളെ? മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് പറഞ്ഞു, കാർബോഹൈഡ്രേറ്റിന്റെ ഓൾഡ് ഡെഫിനിഷൻ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റിനെ ആ ഓൾഡ് ഡെഫിനിഷനും എന്താ പറയാ ജനറൽ ഫോമുലയും ഡിസ്കാർഡ് ചെയ്ത് കളയാനുള്ള കാരണം പറഞ്ഞു, പിന്നെ പുതിയ ഡെഫിനിഷൻ പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഹൈഡ്രോളിസിന്റെ ബേസിലും എന്താണ് ടോളൻസ് ഫെല്ലിംഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്ത് റെഡ്യൂസിങ് നോൺ റെഡ്യൂസിങ് പ്രോപ്പർട്ടിയുടെ ബേസിലും ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റിനകത്തെ മോണോസാക്രൈഡ് എടുത്ത് പഠിക്കാൻ തുടങ്ങി. മോണോസാക്രൈഡ്സിനെ വീണ്ടും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി കാർബണിന്റെ നമ്പറും അതിനകത്തെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പും വെച്ചിട്ട് നെയിം കൊടുത്തു തുടങ്ങി അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തെ നമുക്ക് ആകെ 2 എണ്ണേ പഠിക്കാനുള്ളൂ, ഗ്ലൂക്കോസും ഫ്രക്ടോസും. അതിനകത്തെ ഗ്ലൂക്കോസ് എടുത്തു ഇല്ലയോ. അപ്പൊ ഞാൻ പറഞ്ഞു ഗ്ലൂക്കോസ് എന്താണ്? ഗ്രേപ്പ് ഷുഗർ ആണ്, നല്ല സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഗ്രേപ്പ് ഷുഗർ ആണ്, നല്ല പഴുത്ത ഗ്രേപ്പിന് എത്ര മധുരം ഉണ്ടോ അതാണ് ഗ്ലൂക്കോസിന്റെ സ്വീറ്റ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സ്വീറ്റൺ ഷുഗർ എന്താ പറയാ, സ്വീറ്റൺ ഷുഗർ തന്നെയാണ് നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലൂക്കോസിനകത്ത് നമുക്ക് എല്ലാ ഫ്രൂട്ട്സിനകത്തും ഗ്ലൂക്കോസ് ഫ്രക്ടോസ് കോമ്പിനേഷനാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇനി നമുക്ക് ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ പഠിച്ചു. എന്താണ്? ഫ്രം സുക്രോസ് ആൻഡ് സ്റ്റാർച്ച് അല്ലെ. സുക്രോസിനെ ഹൈഡ്രോലൈസ് ചെയ്താൽ ഒരു കുഴപ്പം എന്താണ്? 2 പ്രൊഡക്റ്റ് ഉണ്ടാകും, ഗ്ലൂക്കോസും ഫ്രക്ടോസും ഈക്വൽ എമൗണ്ട്സിൽ വരുന്നത്. ആ സമയത്ത് സ്റ്റാർച്ച് ഒരു പോളിമർ ആണ്. സ്റ്റാർച്ചിനെ നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഹൈഡ്രോളിസിസ്. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് ഹൈഡ്രോലൈസ് ചെയ്ത H+ അല്ലേ ഞാൻ എഴുതിയിട്ടുള്ളൂ, അസിഡിലേറ്റഡ് മീഡിയത്തിലാണ്. അപ്പൊ H+ ഓർ വാട്ടർ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, ആസിഡിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അപ്പൊ എന്ത് വരുന്നുണ്ട്? നമുക്ക് n യൂണിറ്റ്സ് ഓഫ് ഗ്ലൂക്കോസ് ആണ് വരുന്നത്. ഓക്കെ, n യൂണിറ്റ്സ് ഓഫ് ഗ്ലൂക്കോസ് ആണ് നമുക്ക് വരിക. ഇതാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, ഇനി നമുക്ക് ഗ്ലൂക്കോസിന്റെ എന്താണ് പ്രോപ്പർട്ടീസ്, ദാറ്റ് മീൻസ് സ്ട്രക്ചറൽ ഇലൂസിഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ. സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഇനി വന്നിരിക്കുന്നത് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ആണ് അല്ലെ. ഇപ്പൊ നമുക്കൊന്ന് നോക്കാം. 6 കാർബൺ ആറ്റം ഉണ്ട്. നമ്മൾ മുമ്പ് എഴുതിയ ഫോമുല എന്തായിരുന്നു ഗ്ലൂക്കോസിന്റെ? C6H12O6 എന്നല്ലേ നമ്മൾ എഴുതിയിരുന്നത് അല്ലെ. C6H12O6. ഓക്കെ, അപ്പൊ മക്കളെ ഗ്ലൂക്കോസ് ഈസ് ആൻ ആൽഡോഹെക്സോസ് ആൻഡ് ഈസ് ഓൾസോ നോൺ ആസ് dextrose. Okay, glucose is an aldohexose and is known as dextrose. Okay, ഈ വേർഡ് മീനിങ്ങുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഗ്ലൂക്കോസ് എന്താണ്? ആൽഡോഹെക്സോസ് മീൻസ് the main functional group is aldehyde with a 6 carbon atom and it is also known as dextrose. കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് ഡെക്സ്ട്രോറൊട്ടേറ്ററി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം, ഒപ്റ്റിക്കൽ ഐസോമറിസത്തിനകത്ത് കേൾക്കുന്ന വേർഡാണ് ഡെക്സ്ട്രോറൊട്ടേറ്ററി ആൻഡ് ലേവോറൊട്ടേറ്ററി അല്ലെ. ഗ്ലൂക്കോസിനകത്ത് നമ്മൾ എന്താണ്? കൈറാൽ കാർബൺ ആറ്റം ഉണ്ട് അല്ലെ, പിന്നെ ഡെക്സ്ട്രോറൊട്ടേറ്ററി എന്ന് പറയൂ. ഗ്ലൂക്കോസ് ഹാവിംഗ് കൈറാൽ കാർബൺ ആറ്റം ആൻഡ് ഓൾസോ ഇറ്റ് ഹാവ് സൂപ്പർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് അല്ലെ. സച്ച് എ കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? പൊളാരിമീറ്ററിലേക്ക് വെച്ചു കൊടുത്ത് ലൈറ്റ് അടിക്കുമ്പോൾ പ്ലെയിൻ പോളറൈസ് ലൈറ്റ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരുന്നുണ്ട്? ദ ലൈറ്റ് മൂവ്സ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ഡെക്സ്ട്രോറൊട്ടേറ്ററി എന്നും. ലൈറ്റ് മൂവ്സ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ലേവോറൊട്ടേറ്ററി എന്നും പറയും അല്ലെ. അപ്പൊ ഡെക്സ്ട്രോറൊട്ടേറ്ററി ആണെങ്കിൽ നമ്മൾ D, സ്മോൾ ലെറ്റർ D അല്ലെങ്കിൽ പ്ലസ് സൈൻ കൊടുത്ത് എഴുതാറുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങൾ അല്ലേ? നിങ്ങൾ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസിനകത്ത് പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. സെക്കൻഡ് ഇയറിൽ അവിടെയാണ് നിങ്ങൾ പഠിക്കുന്നത്. ചിലര് ഫസ്റ്റ് ഇയറിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പം വാട്ട് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്? നമ്മൾ ജസ്റ്റ് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ പറഞ്ഞു തുടങ്ങുകയാണ്. സോ ദ ഡീറ്റെയിൽസ് ഓഫ് ദ സ്ട്രക്ചർ വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പം ഇറ്റ് ഈസ് എൻ ആൽഡോഹെക്സോസ് ആൻഡ് ഇറ്റ് ഈസ് എ ഡെക്സ്ട്രോസ് ഷുഗർ. ഓക്കെ.